വിജയദശമി ദിനത്തിൽ പാകിസ്ഥാന് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. കറാച്ചിയും ലാഹോറും അടിക്കും. കറാച്ചിയും ലാഹോറും ഈ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധത്തിൻ്റെ തൊട്ടുവക്കിലാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ആദ്യത്തെ പരാമർശം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ നീങ്ങിത്തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഗുജറാത്തിലെ കച്ച് അതിർത്തിക്ക് സമീപത്തുള്ള സർക്രിക്ക് ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ നീങ്ങുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യം അവിടെ വലിയ രീതിയിൽ സൈന്യത്തെ അവിടെ പാകിസ്ഥാൻ വിന്യസിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് സർക്രിക്കിനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ലാഹോറും കറാച്ചിയും മറന്നേക്കൂ, ഇന്ത്യ അതിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ മാച്ചു കളയുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ പോർമുനകൾ ഇപ്പോൾ തന്നെ കറാച്ചിയെയും ലാഹോറിനെയും ലക്ഷ്യമാക്കി തിരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. തിന്മയെ നന്മ കൊണ്ട് നേരിടുക, അനീതിയെ നീതി കൊണ്ട് നേരിടുക, ഇതാണ് ഇന്ത്യയുടെ ലൈൻ എന്നാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനു പിന്നാലെ വലിയ പ്രക്ഷോഭം POKയിൽ കൊടുമ്പിരി കൊള്ളുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇപ്പോൾ 12 പേരാണ് POKയിൽ ഈ പ്രക്ഷോഭത്തിൽ മരണമടഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോരാത്തതിന് അങ്ങോട്ടേക്ക് വിന്യസിച്ച പാകിസ്ഥാന്റെ സൈനികരെ അവർ തടങ്കലിലാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇവരെ തടയാനായി വലിയ രീതിയിലുള്ള കണ്ടെയ്നറുകളും മറ്റും പാകിസ്ഥാൻ സർക്കാർ അവിടെ കൊണ്ടിരുന്നുണ്ടെങ്കിലും അതെല്ലാം ജനങ്ങൾ കൂട്ടത്തോടെ എടുത്ത് പുഴയിലേക്കും നദിയിലേക്കും വലിച്ചെറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യ ഇത്തരത്തിലൊരു വലിയ നീക്കം നടത്തുന്നത് എന്ന റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, അംബാനിയുടെ, അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിട്ടുള്ള അംബാനിയുടെ ഓയിൽ റിഫൈനറി ആക്രമിക്കുമെന്നാണ് അസീം മുനീർ പറഞ്ഞിരുന്നത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയെ തകർക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഓയിൽ റിഫൈനറികളെ ഞങ്ങൾ ആക്രമിക്കും. ആ ഓയിൽ റിഫൈനറികൾ ഇരിക്കുന്നത് ഈ ഗുജറാത്തിലാണ്. അതുകൊണ്ട് തന്നെ സർക്രിക്ക് വഴി അവിടേക്ക് കയറാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ നീക്കമെന്ന് പറയുന്നത്. പക്ഷേ അവിടെ എങ്ങാനും എന്തെങ്കിലും ഒരു വിഷയമുണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു പോർമുനയെങ്കിലും തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന്റെ ലാഹോറും കറാച്ചിയും നിന്ന് കത്തുന്നത് നിങ്ങൾ കാണേണ്ടി വരും എന്ന് രാജ്നാഥ് സിംഗ് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.